ഹലോ ഫ്രണ്ട്സ്, 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോളിഫ്ലവർ ബജി ഉണ്ടാക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക്. കോളിഫ്ലവറിൻ്റെ ഇലകളെല്ലാം എടുത്ത് വൃത്തിയാക്കിയ ശേഷം ബജിക്ക് വേണ്ട കോളിഫ്ലവർ ചെറുതായി അരിഞ്ഞെടുക്കാം. അരിഞ്ഞു വെച്ച കോളിഫ്ലവർ ഈ ചെറിയ നീളത്തിൽ വേണം അരിയാൻ കേട്ടോ. അരിഞ്ഞു വെച്ച കോളിഫ്ലവർ ഒരു 3-4 വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കാം. കഴുകി അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ശകലം വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. കോളിഫ്ലവർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബജിക്ക് വേണ്ടിയുള്ള മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കടലമാവും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായം ഇവയിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. പേസ്റ്റ് പരുവത്തിലെടുക്കണം. കട്ട കെട്ടാതെ നന്നായി ഇളക്കിയെടുക്കാം. ഇളക്കിയ മാവ് മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ വേവിക്കാൻ വെച്ച് കോളിഫ്ലവർ വെന്തതിന് ശേഷം മറ്റൊരു പാത്രത്തിൽ വെള്ളം തോരാൻ വേണ്ടി ഒഴിച്ചു വയ്ക്കാം. അത് കഴിഞ്ഞ് ഈ കോളിഫ്ലവർ മാവിലേക്ക് മിക്സ് ചെയ്ത് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ ബജി ഉണ്ടാക്കിയാലോ. ഒരു പാൻ എടുത്ത് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോഴേക്കും മിക്സ് ചെയ്ത് വെച്ച ഈ കോളിഫ്ലവർ നമുക്ക് ഈ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കൈകൊണ്ട് വേണം ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നായി, ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. കോളിഫ്ലവർ ബ്രൗൺ കളറിലായി വരുമ്പോഴേക്കും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.